നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ അർജന്റീന ഇന്ന് അവരുടെ അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരവും കളിച്ചു. ആ കളി വിജയിച്ചു. പക്ഷേ കോച്ച് ലയണൽ സ്കലോനിക്ക് ടീമിനോടൊപ്പം സൈഡ് ബെഞ്ചിൽ ഇരിക്കാനോ ലോക്കർ റൂമിലേക്ക് പോകാനോ ഒന്നും കഴിഞ്ഞില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു ബോക്സിൽ ഇരുന്നുകൊണ്ടാണ് കളി കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് അർജന്റീൻ മാധ്യമം രസകരമായിട്ടുള്ളൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കലോനി കൂട്ടിലടച്ച സിംഹം എന്ന്. കൂട്ടിലടച്ച സിംഹത്തെ പോലെ സ്കലോനി. ലയണൽ സ്കലോനി എങ്ങനെയാണ് ആ 90 മിനിറ്റ് തള്ളി നീക്കിയത് എന്നും അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ലയണൽ സ്കലോനി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹം എവിടെ നിന്ന് കളി കണ്ടു, ആരോടൊപ്പം കളി കണ്ടു, അതാണ് അവരുടെ ഒരു ടൈറ്റിൽ വരുന്നത്. എന്നിട്ട് അവർ വിശദീകരിക്കുകയാണ്. ഒപ്പം അമേരിക്കയിൽ കോൺമബോൾ അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ, ഒരു മാച്ചിൻ്റെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളി അദ്ദേഹം കണ്ടത് ബോക്സിൽ ഇരുന്നുകൊണ്ടാണ്, സ്റ്റേഡിയത്തിൽ ഒരു ബോക്സിൽ ഇരുന്നുകൊണ്ടാണ്. സോ വാൾട്ടർ സാമുവൽ ആയിരുന്നു ഇന്ന് ടീമിൻ്റെ ചാർജായിക്കൊണ്ട് അവരുടെ കോച്ചിൻ്റെ സ്ഥാനത്ത് സൈഡ് ബെഞ്ചിൽ ഉണ്ടായിരുന്നത്. സോ ഫ്രം ദി ബോക്സ് ലയണൽ സ്കലോനി കളി കാണുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അവരുടെ ഒരു വീഡിയോ അനലിസ്റ്റും ഉണ്ടായിരുന്നു, മാറ്റിയസ് മന്ന അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ സ്കലോനി ആ സമയത്ത് വെറുതെ അവിടെ ബോക്സിൽ ഇരുന്നുകൊണ്ട് കളി കാണുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തോടൊപ്പം ഒരു വീഡിയോ അനലിസ്റ്റ് ഉണ്ടായിരുന്നു. കളി വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം വിശകലനം ചെയ്യുകയായിരുന്നു. മാറ്റിയസ് മന്നക്കൊപ്പം ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം കളി കണ്ടത്. 90 മിനിറ്റും അവിടെ തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കളി തുടങ്ങാൻ ഇരിക്കുന്ന ഘട്ടത്തിൽ ലോക്കർ റൂമിനേക്ക് അടുത്തേക്ക് പോകാനോ സ്ക്വാഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ കഴിയുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഹാഫ് ടൈം സമയത്ത് ടെക്നിക്കൽ ടോക്കിന് വേണ്ടി ലോക്കർ റൂമിലേക്ക് പോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സസ്പെൻഷൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. ആദ്യം കാനഡയ്ക്കെതിരെ ഹാഫ് ടൈം സമയത്ത് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ അർജന്റീന വൈകി. 5-6 മിനിറ്റ് അന്നത്തെ കളിയിൽ വൈകിയിരുന്നു. ശക്തമായിട്ടുള്ള ഭാഷയിൽ കാനഡയുടെ കോച്ച് അന്ന് അതിനെതിരെ പ്രതികരിച്ചിരുന്നു. രണ്ടാമത്തെ കളിയിൽ ചിലിക്കെതിരെ 2 മിനിറ്റ് വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ കളിയിൽ വൈകിയപ്പോൾ തന്നെ കോൺമബോൾ സ്കലോനിക്ക് വാണിംഗ് കൊടുത്താണ് ഇനി ആവർത്തിച്ച സസ്പെൻഷൻ ഉണ്ടാവുമെന്ന്. രണ്ടാമതും ആവർത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സസ്പെൻഷനും ഫൈനും ഇട്ടിരിക്കുന്നത്. എങ്കിലും ഈ കളി അദ്ദേഹം ബോക്സിലിരുന്ന് കണ്ടു, ടീമിനെ വിലയിരുത്തുകയാണ് ചെയ്തത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.